ഇപ്പോൾ ആ രീതിയിലൊന്നല്ല അതിനെ കണ്ടത്. 9 കൊല്ലക്കാലം അവിടെ MLA ആയി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന രീതിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും അതിന് മുൻകൈ MLAക്ക് ഉള്ളതാണ്. പക്ഷേ അത് പാർട്ടിയുടേതായ മുൻകൈയിൽ നടക്കുന്ന പ്രവർത്തനം എന്നതിന് പകരം MLAയുടേതായ പ്രവർത്തനമാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് അങ്ങനെയാണെങ്കിൽ ഈ 66,660 വോട്ട് കിട്ടൂല്ലോ. ഇത് നമുക്ക് നോക്കാം, പ്രതിരോധിക്കണ്ട കഴിഞ്ഞു വന്നിട്ട് അതിലെ രാഷ്ട്രീയ അടിത്തറയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്ക് ഗുണമുണ്ടായേ ഞാൻ കണക്കെല്ലാം വിശദീകരിച്ചല്ലോ. അതെന്താ ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങൾക്ക്? 40,000 വോട്ടിന്റെ ചുറ്റുവട്ടത്തിലാണ് അവിടുത്തെ പാർട്ടി വോട്ട്. കേക്ക് 40,000 വോട്ട്, അതെന്തോ വളരെ പെട്ടെന്ന് അത് മാറ്റാൻ ശ്രമിക്കും. 40,000 വോട്ടിന്റെ ചുറ്റുവട്ടത്തിലാണ് അവിടെ നമ്മുടെ രാഷ്ട്രീയ വോട്ട്. അതിപ്പോൾ 66,660 എത്തി എന്നുള്ളത് വലിയ മുന്നേറ്റമല്ലേ പാർട്ടിയെ സംബന്ധിച്ച്? രാഷ്ട്രീയ പോരാട്ടത്തിലാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ, രാഷ്ട്രീയ പോരാട്ടമാണ് നടത്താൻ ഉദ്ദേശിച്ചത്. അല്ല, അൻവറിന് കുറെ വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ കുറച്ചധികം പിടിച്ചു എന്നാണ് നമ്മൾ കണ്ടത്. അല്ല, ഘടകമായതുകൊണ്ടല്ലേ ഇനിയിപ്പോൾ അത് പറയുന്നത്. ഘടകമായിരുന്നു. അല്ല, ഞങ്ങളെ വോട്ട് പിടിച്ചിട്ടുണ്ട് കുറച്ച്. ഞാനത് അന്നും പറഞ്ഞാണ്. അതിലിപ്പം പുതിയ വാദമൊന്നും വേണ്ടുന്നില്ല. ഒന്നും കിട്ടാൻ സാധ്യതയുണ്ടായിട്ടില്ല. സാധ്യതയുണ്ടെങ്കിൽ ഈ 66,660 വോട്ട് കിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ വെക്കണം. 40,000 വോട്ടിന്റെ ചുറ്റുവട്ടത്തിലുള്ള രാഷ്ട്രീയ വോട്ടുള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൽ 66,660 വോട്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല, അത്രയും വോട്ട് കിട്ടിയല്ലോ. അതാ ഭദ്രമായ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അവിടെ നേടാനായി. അത് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ്. വികസന നേട്ടങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഞാൻ കിട്ടിയത്. അല്ലെങ്കിൽ ഈ വോട്ടൊന്നും കിട്ടില്ല. ഞാൻ കണക്കല്ലേ പറഞ്ഞു നിങ്ങളോട് ഇത്ര വരെ. അതിലൊന്നും ഇല്ലേ? പറയണോ എങ്ങനെയാ അടിത്തറ വോട്ട് എന്നുള്ളത് ഞാൻ പറയണോ? അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടത്തിയിട്ടുള്ള വോട്ടിങ്, അതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഓരോ കൊല്ലം നടത്തിയിട്ടുള്ള വോട്ട് എല്ലാം ഞാൻ പറഞ്ഞതിലൂടെ. അപ്പോൾ മറ്റേ 60,000 വോട്ട് കിട്ടുമ്പോൾ സ്വതന്ത്രനാണ്. പാർട്ടി എന്ന രീതിയിൽ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിൽ തനിച്ച് മത്സരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ഈ പറഞ്ഞ ചുറ്റുവട്ടത്തിലാണ് വോട്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ കൂടുതൽ ജനങ്ങളിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണം, ഇറങ്ങിച്ചെല്ലണമെന്നുള്ള തീരുമാനമായിരുന്നു എടുത്തത്. ചെയ്തു. അത്രയും വർഷമായിട്ടില്ലല്ലോ, അത്രയൊന്നും വർഷമായിട്ടില്ല. ഒരു വർഷത്തോളം മാത്രമേ ബാക്കി. അതെ, അതുകൊണ്ടെന്താ നിലമ്പൂർ മണ്ഡലം പോലെയുള്ള മണ്ഡലമാണ് 140 മണ്ഡലം. കഴിഞ്ഞുകൊണ്ടല്ലേ ഈ വോട്ട് കിട്ടിയേ. 29,000 വോട്ട് കിട്ടിയത് 66,000 വോട്ട് കിട്ടിയത് എങ്ങനെയാ? ഇത് പറഞ്ഞ അവസ്ഥയില്ലേ? 29,000 വോട്ടല്ലേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. 29,000. ഇവിടെ ഇപ്പൊ എത്ര കിട്ടി? അത് ഈ പറഞ്ഞ എല്ലാ അർത്ഥത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് കിട്ടിയതല്ലേ 66,000 വോട്ട്. ഇമാതിരി വോട്ട് വർധനവ് കേരളത്തിലെ എല്ലാ മണ്ഡലത്തിലും വന്നാൽ പിന്നീടല്ല UDFന് സീറ്റ് ഉണ്ടാവില്ല. നിങ്ങൾ നല്ലപോലെ മനസ്സിലായിക്കോ. ഇതുപോലുള്ള മാർജിൻ വോട്ട് കേരളത്തിലെ 140 മണ്ഡലം ഉണ്ടല്ലോ, 140 മണ്ഡലത്തിൽ വന്നാൽ ഇവിടെ UDFന്റെ സീറ്റിന്റെ സ്ഥിതികൾ പരിശോധിച്ച് നോക്കോ, സർവേ എടുത്തിട്ട്. അങ്ങനെ കുറെ വോട്ട് കൂടി ചേർത്താൽ വലിയ തിരിച്ചടി ചെയ്യും. അൻവറിന് കിട്ടിയ വോട്ടിന്റെ അകത്ത് ഞങ്ങളെ വോട്ട് കൂടി ഉണ്ടെന്നല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അതാണ് കാര്യം. 40,000 വോട്ടിന് 66,000 വലിയൊരു നേട്ടമല്ല. എന്താ ഉദ്ദേശിക്കുന്നത്? പക്ഷേ ഈ PVN പറഞ്ഞ രാത്രി UDF കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞത് അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ഇത് പറഞ്ഞു. CPI തോന്നുന്നു അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ
ആർക്ക്? കോൺഗ്രസിനൊപ്പം. ചെന്നിത്തലയൊക്കെ പറഞ്ഞു കോൺഗ്രസിന്റെ ഒപ്പം തന്നെയാണ് അൻവർ ഉള്ളത്. അന്നും അതെ, ഇന്നും അതെ, നാളെയും അതെ. ഞാൻ അതിന് ആദ്യമേ പറഞ്ഞില്ലേ, എന്ത് കോൺഗ്രസ് നേതാവ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വഞ്ചിച്ചു പോയ വഞ്ചകനായ ഈ അൻവർ UDF വേണ്ടിയിട്ടാണ് കളം മാറിയത്. അത് നിങ്ങൾ അത് കാണണ്ടേ? ആ വഞ്ചകനായ അൻവറിന് വോട്ട് നേടാൻ കുറച്ച് സാധിച്ചു. അത് വലിയ രീതിയിലൊന്നുമല്ല, കുറച്ച് വോട്ട് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും സ്വന്തന്മാർക്ക് കുറെ വോട്ട് കിട്ടുമല്ലോ, അതിന് കുറച്ചും കൂടി അധികം കിട്ടിയിട്ടുണ്ട്.